ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന് നല്ല ചൂട് വേണ്ട കേട്ടോ, ചെറിയ ചൂട് മാത്രം മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളമല്ല കേട്ടോ, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണേ കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതിനെയും കഴിഞ്ഞും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവാണേ നമുക്ക് വേണ്ടത്. എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. ഇത്രയും മതി കേട്ടോ. ഇനി നമ്മുടെ ഈ മാവ് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഓയിലാണ് ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൂടെ കൊടുക്കാം. ഇനി 1 മണിക്കൂർ നേരം ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു കുഞ്ഞു മസാലയാണ് തയ്യാറാക്കേണ്ടത്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ല, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും വലിയൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ്. ഇനി ഇതെല്ലാം കൂടെ 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് വലിയൊരു സവാള, കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണേ. നമ്മുടെ ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് കേട്ടോ ചേർക്കണത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ കുറവൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികളും കൂടെ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ക്യാരറ്റും 3 ടേബിൾ സ്പൂൺ തന്നെ ബീൻസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ ചേർക്കണത്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ സമയം പുഴുങ്ങിയ മുട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതും ചേർക്കാം. അതുമാത്രമല്ല കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം കുഞ്ഞു പീസാക്കിയത് ചേർത്താലും നല്ലത് തന്നെയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ക്യാരറ്റും ബീൻസൊന്നും നമുക്ക് നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടുമൊന്നും വേണ്ട കേട്ടോ, ഒരു 1/4 ഭാഗം തന്നെ വെന്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് മാറ്റി വെച്ചിട്ടും 1 മണിക്കൂറായി. ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടില്ലേ. ഈ മാവ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതിനുള്ളിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോവാനായിട്ടാണേ. ഇത് നല്ല കുഴഞ്ഞ പരുവത്തിലുള്ള മാവല്ലേ, നമ്മളിപ്പോൾ ഇത് കൈകൊണ്ടെടുത്താലും കയ്യിലൊക്കെ ഇത് ആകെ ഒട്ടിപ്പിടിച്ച് പോകും. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ തൂത്ത് കൊടുക്കണേ. അതിനുശേഷം ഈ മാവിൽ നിന്നും ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. നമ്മളിത് ചപ്പാത്തിക്കോലൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാലും ഇത് മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മസാലയില്ലേ, അത് കുഞ്ഞു ഉരുളകളാക്കി എടുത്ത ശേഷം അതിൽ നിന്നും ഒരു ഉരുളയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണത്. എന്നിട്ടിത് ഇങ്ങനെയൊന്ന് കവർ ചെയ്ത് കൂടെ കൊടുക്കാം. ഇതിൽ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിത് എവിടെ വെച്ചാലും അവിടെ ഇത് ഒട്ടിപ്പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ എവിടെയാണോ നമ്മളിത് വെക്കണത് അവിടെയും കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുകയോ ചെയ്യണേ.
ഇനി ഞാൻ വേറൊരു രീതി കൂടെ കാണിക്കാവേ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഇതുപോലത്തെ ഒരു അടപ്പുണ്ടാവില്ലേ? ഈ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗോതമ്പ് മാവിൽ നിന്നും ചെറിയൊരു ഉരുള എടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമ്മൾ ഉരുളയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മസാലയുടെ ഫില്ലിങ്സ് ഇല്ലേ, അതുകൂടെ വെച്ച് കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ അടപ്പിൽ തന്നെ നമുക്ക് വെക്കാം കേട്ടോ. അടപ്പിൽ നിന്ന് എടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. ഇതുപോലെ അടപ്പിൽ വെച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ മാവ് എവിടെയും ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ഗോതമ്പ് പൊടിയോ ഒത്തിരി എണ്ണയോ ഒന്നും ആവശ്യം വരില്ല. ഇതുപോലെ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചോ പ്ലേറ്റിൽ വെച്ചോ ഒക്കെ നമുക്ക് ഷേപ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് രീതിയാണ് എളുപ്പമെന്ന് തോന്നണത് ആ രീതിയിൽ ചെയ്തോളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണേ ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. നല്ല പഞ്ഞു പോലെയാണ് കേട്ടോ നമുക്കിത് കിട്ടുക. കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം തന്നെ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ല രുചിയുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. ഇതുവരെ ഗോതമ്പ് പൊടി കൊണ്ട് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്